എനിക്ക് ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളത്, ഇന്നലെ 3 മണി വരെ MLA സ്ഥാനം രാജിവെക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ നേതാക്കന്മാർ ഇന്നലെ 3 മണി കഴിഞ്ഞപ്പോൾ നിശബ്ദരായി. ആരെ പേടിച്ചിട്ടാണ്? ആരുടെ ഫോൺ കോൾ വന്നിട്ടാണ്? ഇതിനൊക്കെ ഉത്തരം പറയേണ്ട കടമ അവർക്കില്ലേ? എന്തുകൊണ്ടാണ് MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ള വാക്ക് ഇവർ പിൻവലിച്ചത്? ഇതിപ്പോൾ എന്താ 6 മാസത്തേക്ക് ഒരു സസ്പെൻഷൻ വലിയ കാര്യമെന്നാണ് ഇവരുടെയൊക്കെ വിചാരം. നമുക്കറിയാം 6 മാസം കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോണേന്ന്. ഇത് ഇവർ കുറച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു അന്വേഷണ കമ്മീഷൻ കൂടി വയ്ക്കും. ആ റിപ്പോർട്ടുകൾ, പല റിപ്പോർട്ടുകളും ഇന്നും KPCCയുടെ ഓഫീസിലും നമ്മുടെ വേസ്റ്റ് ബോക്സിലുമായിട്ട് കിടക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാ മാധ്യമങ്ങളും ജനങ്ങളും എല്ലാവരും പറഞ്ഞു, ഇതിനെപ്പറ്റി പറഞ്ഞു, എല്ലാ ന്യൂസുകളും പുറത്തു വിട്ടു. രാഹുൽ മാങ്കൂട്ടത്തിന് വല്ല അനക്കമുണ്ടാ? അയാൾ അനങ്ങില്ല. കാരണം അയാളുടെ കയ്യിലുള്ള പല സാധനങ്ങളും പുറത്തേക്ക് വന്നാൽ പലരുടെയും തല പോവും. രാഹുൽ മാങ്കൂട്ടത്തിന് ഒന്നും സംഭവിക്കും നിങ്ങളാരും വിചാരിക്കേണ്ട. നിങ്ങളൊന്ന് എത്ര എഴുതിയാലും എന്ത് കാണിച്ചാലും അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട്. അതുള്ളിടത്തോളം കാലം രാഹുൽ മാങ്കൂട്ടം ആരെയും പേടിക്കില്ല. എന്തിനാ പറയണ്ടത്? രാഹുൽ ഗാന്ധി വന്ന് പറഞ്ഞാൽ പോലും രാഹുൽ മാങ്കൂട്ടം കേൾക്കുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ഏറ്റവും വലിയ നേതാവാണ് അവരുടെ KC വേണുഗോപാൽ. അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞിട്ട് എന്തായി? 10-15 മിനിറ്റ് കൊണ്ട് അത് പിൻവലിക്കേണ്ടി വന്നില്ലേ? അപ്പോൾ അതേമാതിരി ഉമാ തോമസ് എന്തൊക്കെയാണ് അവരെ പറ്റി പറയണത്? പറയണത് ആരാ? ഇതെല്ലാം ഈ ഷാഫിയുടെയും മാങ്കൂട്ടത്തിൻ്റെയും ആളുകൾ കുറച്ച് പേരെ വെച്ചിട്ടുണ്ടല്ലോ. കാരണം നിങ്ങളെന്താ കലൂർ സ്റ്റേഡിയത്തിൽ വീണ് ചത്തൂടായിരുന്നോ? ആ രീതിയിലുള്ള, അപ്പം അത്രയും മോശം മനസ്സുള്ള കുറേ ആളുകളെ കൂലിക്ക് വെച്ചിരിക്കുക അവർ. അല്ലെങ്കിൽ ഇത്രയും വൃത്തികേട് ചെയ്തിട്ട് ഈ MLAനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഞാൻ ചോദിക്കുന്ന, കേരളത്തിൽ എപ്പോഴും നമ്മൾ പറയും സ്ത്രീകളാണ് കൂടുതൽ. ഇവരുടെയൊക്കെ ഒരു മനസ്സ് ഇവർക്ക് മനസ്സിലാവണില്ലേ? ആർക്കു വേണ്ടി MLA സ്ഥാനം രാജിവെപ്പിക്കാതെ അവിടെ ഇരുത്തിയിട്ടുള്ളത്? വേറെ ഒന്നുമല്ല, സ്വന്തം തടി പിടിച്ചിട്ട്.